ഇന്ന് നിങ്ങളുടെ പാർട്ണർ പ്രണയിക്കുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതത്തിലുള്ളവരായിക്കോട്ടെ അവർ ഫേക്കാണെന്ന് നിങ്ങൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ചിലപ്പോൾ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, നിങ്ങളെ കെയർ ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം അവർ നിങ്ങളോട് ആക്ട് ചെയ്യുകയാണോ എന്നുള്ളത്. ചിലപ്പോൾ അത് സത്യമായിരിക്കാം, ചിലപ്പോൾ അത് വെറും തോന്നലായിരിക്കാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാർഡിൽ നമുക്ക് നോക്കാം. നല്ല രീതിയിൽ നിങ്ങളുടെ സിറ്റുവേഷൻസ് കാര്യങ്ങളെല്ലാം നിങ്ങൾ നല്ല രീതിയിൽ മൈൻഡിലേക്ക് കൊണ്ടുവരിക, വ്യക്തിയുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. നമുക്ക് കാർഡ് എടുക്കാം. 3 കാർഡ്സാണ് നമ്മൾ എടുക്കുന്നത്. നിങ്ങളുടെ സാഹചര്യങ്ങളെയും അവസ്ഥകളെയൊക്കെ മുന്നിലേക്ക് കൊണ്ടുവരിക. വ്യക്തിനെ ഏറ്റവും കൂടുതൽ മൈൻഡിൽ നിങ്ങൾ കാണിക്കുക, അതായത് മൈൻഡിലിനെ കണ്ടുകൊണ്ടിരിക്കുക. അവർ ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിക്കുക. അവസരങ്ങൾ സാഹചര്യങ്ങളെല്ലാം. നമുക്ക് 3ാമത്തെ കാർഡ് എടുക്കാം. റീഡിങ് നോക്കാം. 1ാമത്തെ കാർഡ് 10 ഓഫ് കപ്സ് ആണ്. സ്ഥിരമായിട്ട് നിങ്ങളുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണങ്ങൾ നിങ്ങൾ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ ഒരുപാട് ചിന്തിച്ച് ആലോചിച്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് വഴക്കുണ്ടാക്കുക, അതുപോലെ തന്നെ ബന്ധങ്ങളിലുള്ള ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ കാര്യങ്ങൾ ഒക്കെ അത് വഴക്കിലേക്ക് എത്തിക്കുക, പ്രതീക്ഷിച്ച രീതിയിലുള്ളൊരു സമാധാനം സന്തോഷം ഇതൊന്നും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് കിട്ടുന്നില്ല. തെറ്റിദ്ധാരണകളും ആശയവിനിമയക്കുറവും വലിയ 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 വികാരങ്ങളെയൊക്കെ നിങ്ങൾ ഭയങ്കര അധികം പ്രശ്നത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ, ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വലിയ വികാരങ്ങളെ പ്രകടിപ്പിച്ച് വലിയ രീതിയിലുള്ള പ്രശ്നത്തിലേക്കൊക്കെ എത്തിക്കുന്ന രീതിയിൽ നിങ്ങൾ 2 പേരുടെ ഭാഗത്തു നിന്നും കാണുന്നുണ്ട് കേട്ടോ. പക്ഷേ നിങ്ങൾ നല്ല രീതിയിലൊരു റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്നുണ്ട്, ഒരു മനസ്സമാധാനവും ആ ഒരു ഡ്രീംസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്കതൊന്നും എക്സ്പ്രസ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. കാരണം പലതരത്തിലുള്ള വരിഞ്ഞു മുറുകൽ കാരണം കൊണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന പ്രഷർ കാരണം കൊണ്ട് നിങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാനോ അല്ലെങ്കിൽ സമാധാനിപ്പിക്കാനോ ഉള്ളൊരു സാഹചര്യം കിട്ടുന്നില്ല. 2 പേരും നല്ല ബിസിയാണ്, 2 പേരും നല്ല തിരക്കിലാണ്. അപ്പോൾ ലൈഫ് മുന്നിലേക്ക് പോകുന്നുണ്ട്, കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ഒരുമിച്ചിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ അത് അവിടെ ഒരു ബ്രോക്കൺ ആയിട്ടാണ് കാണുന്നത്, അവിടെ ഒരു മുറിവായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് പരസ്പരം വിശ്വാസമില്ലാത്ത ഒരു കാര്യത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സന്തോഷകരമായിട്ടുള്ള നല്ലൊരു റിലേഷൻഷിപ്പ്, നല്ലൊരു ഹാപ്പിനെസ്സും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ സത്യസന്ധമായിട്ട് മുന്നിലേക്ക് പോകാനും ഫാമിലിയൊക്കെ അടിപൊളിയായി പോകാനും അല്ലെങ്കിൽ പ്രണയിക്കുന്നവരൊക്കെ ആയിക്കോട്ടെ നിങ്ങൾ കാണുന്ന അവസരങ്ങളൊക്കെ നല്ല മനോഹരമാക്കാനും നല്ല രീതിയിൽ ആ ഒരു ബന്ധം മുന്നിലേക്ക് പോകാനുള്ള ചാൻസസ് കാര്യങ്ങളുണ്ട്. അതിനൊറ്റ ഒരു കാര്യമേ ഇതിൽ ചെയ്യണമെന്ന് പറയുന്നുള്ളൂ. നിങ്ങൾ ഇതുവരെ അങ്ങനെ മനസ്സിൽ പിടിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നിങ്ങൾ സംസാരിക്കുക, നല്ല രീതിയിൽ സംസാരിക്കുക, അത് തുറന്നു പറയുക. അങ്ങനെ തുറന്നു പറയുന്ന രീതി ഒരു സാഹചര്യത്തിൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് മാറ്റങ്ങളെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാൻ ആകെ ഒരു വഴിയാണ് ഈ ഒരു കാർഡിൽ പറയുന്നത്. പ്രശ്നങ്ങൾ അവസാനിക്കണമെങ്കിൽ ആശയവിനിമയം കറക്റ്റ് ആവണം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നത് ശരിയാണെന്ന് നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കും. തുറന്ന് പറയുന്നത് വഴി തീരാവുന്ന പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നുള്ളൂ. 2ാമത്തെ കാർഡ് നോക്കാം. 2ാമത്തെ കാർഡ് എന്ന് പറയുന്നത് കിങ് ഓഫ് സ്വാർഡാണ്. ഇതിൽ എന്ന് പറയുന്നത് എടുത്ത് ചാടരുത്, തിടുക്കമായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങൾ ചെയ്യരുത് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമിതമായിട്ടുള്ള തിടക്കം, ഒരു കാര്യത്തിൽ ക്ഷമയില്ലായ്മ, തർക്കങ്ങൾ ഉണ്ടാവാനുള്ള കൂടുതൽ സാഹചര്യം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക, ആലോചിക്കാതെ എടുക്കുന്ന തീരുമാനങ്ങൾ പ്രശ്നത്തിലേക്ക് എത്തിക്കുക, എടുത്ത് ചാടി പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആക്കുക, നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുക, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആകെ ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. ഇതിൽ നല്ല രീതിയിൽ എടുത്ത് ചാടാതെ തീരുമാനങ്ങൾ പറയുക. കാരണം പറയുന്ന വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ഒരുപാട് വേദനിപ്പിക്കാനും തെറ്റിദ്ധരിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ട്. നിങ്ങൾ പറയുന്ന വാക്കിനേക്കാൾ കൂടുതൽ നിങ്ങൾ വിവേകത്തിൽ ചിന്തിക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. കാരണം പറയുന്ന കാര്യങ്ങൾ വളരെയധികം ആലോചിച്ച് വേണം പുറത്തേക്ക് പറയാനായിട്ട്. അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ, നിങ്ങളുടെ പങ്കാളിയായിട്ട് ഭയങ്കര തെറ്റിദ്ധാരണയും വഴക്കും ഒരു പിടിവാശിയും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ദേഷ്യം ഉള്ളിൽ വെച്ചിട്ടുള്ള പെരുമാറാനുള്ള ചാൻസസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ തുറന്ന് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലൊരു പോംവഴി. പക്ഷേ ഇതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ എടുത്തു ചാടി നിങ്ങളൊരു തീരുമാനത്തിലേക്കോ നിങ്ങളൊരു കാര്യത്തിലേക്കോ പോകരുത്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ വളരെയധികം സമീപനം പാലിച്ച് നല്ല രീതിയിൽ ആലോചിച്ച് തീരുമാനിച്ചിട്ട് വേണം പറയാനും പ്രവർത്തിക്കാനും. അതുപോലെ തന്നെ നിങ്ങൾ ഒരാളെ ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലാണ് അവർ ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ ഫൈൻഡ് ചെയ്ത് അങ്ങനൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തരുത്.
കാരണം അവരൊരു യാത്ര പോകുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് പല തോട്ട്സും അവരുടെ നിങ്ങൾക്ക് മൈൻഡിലുണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായതിനു ശേഷം മാത്രം നിങ്ങൾ പ്രതികരിക്കുക. ചിലപ്പോൾ അവരെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നതാവില്ല അവരുടെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ചിന്തിക്കുക, ആദ്യം നല്ല രീതിയിൽ നിങ്ങൾ ഒന്ന് വിലയിരുത്തുക. നിങ്ങളെ പ്രണയിനിയാണെങ്കിലും അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് ആണെങ്കിലും നിങ്ങൾ ആദ്യം കണ്ടെത്തുക. എടുത്ത് ചാടിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ അത് അവസാനിപ്പിക്കാനായിട്ട് തുറന്ന ആശയവിനിമയമാണ് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തരുത്, കാര്യം മനസ്സിലാവാതെ നിങ്ങളൊരു തീരുമാനത്തിലേക്ക് എത്തരുത് എന്നുള്ളതാണ് ഈ ഒരു കാർഡിൽ പറയുന്നത്. മൂന്നാമത്തെ കാർഡ് നോക്കാം. മൂന്നാമത്തെ കാർഡെന്ന് പറയുന്നത് ദ സ്റ്റാറാണ്. ഇതിലെന്ന് പറയുന്നത് നിങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ഈ ഒരു ബന്ധം മുന്നിലേക്ക് പോകുന്നില്ല, അവർ നിങ്ങളെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരികയാണ്. ആത്മവിശ്വാസവും പ്രതീക്ഷയൊക്കെ നിങ്ങൾക്ക് വളരെയധികം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ നിരാശ നല്ല രീതിയിൽ നിങ്ങളുടെ മനസ്സിൽ കുമിഞ്ഞു കൂടുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാർഡിൽ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഏറ്റവും നല്ലൊരു പോംവഴി എന്ന് പറയുന്നത് തുറന്ന് സംസാരിക്കുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു കാർഡിൽ കിട്ടുന്നൊരു സന്ദേശം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ തന്നെ ആലോചിച്ചുണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതിങ്ങനെയാണ് ഇതങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും നിങ്ങളൊരു ക്ലാരിറ്റി എടുത്തിട്ടില്ല. അപ്പോൾ ആ ക്ലാരിറ്റി എടുക്കാനായിട്ട് തുറന്ന് സംസാരിക്കണം എന്നുള്ളത് മുന്നേ 2 കാർഡിൽ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഈ കാർഡിൽ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ളൊരു വിശ്വാസം കാര്യങ്ങളിൽ നിങ്ങൾ എന്തിലാണോ വിശ്വസിക്കുന്നത് വെച്ചാൽ അതിൽ തന്നെ വിശ്വസിച്ച് മുന്നിലേക്ക് പോവുക. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നല്ലൊരു പ്രതീക്ഷ നിങ്ങൾക്ക് വേണം. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിലേക്ക് എത്തും. പ്രതീക്ഷ കൈവിടരുത്. നിങ്ങൾക്ക് പ്രതീക്ഷ കുറഞ്ഞു പോയി, ആത്മവിശ്വാസം കുറഞ്ഞു പോയി, സ്നേഹം നഷ്ടപ്പെട്ടു, നിരാശയായി എന്നൊക്കെ നിങ്ങൾക്ക് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്കൊരു തിരിച്ചുവരവ്, നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു തിരിച്ചുവരവ് അവർക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ തിരിച്ചു വരുന്ന ഒരു ലൈഫിലേക്ക് നല്ല രീതിയിൽ സന്തോഷത്തോടെ മുന്നിലേക്ക് പോകാനായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കുക. ആശയവിനിമയത്തിൻ്റെ നല്ല രീതിയിലുള്ള ഒരു ഷോർട്ടേജ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സന്ദേശങ്ങളെല്ലാം നിങ്ങൾ കൈമാറി ആ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് വിലയിരുത്തി, ചിലപ്പോൾ നിങ്ങൾ കാത്തു നിൽക്കുന്ന സാഹചര്യം വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ ഫോണിൽ സംസാരിക്കുമ്പോൾ വേറെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കോൾ ബിസി ആയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലും നിങ്ങളെ പറ്റിക്കുന്നുണ്ട്, നിങ്ങളെന്നെ പറ്റിക്കുകയാണെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം കൊണ്ട് തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണത്. അങ്ങനെ പറ്റിക്കപ്പെടുന്ന യാതൊരു സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ പോകുന്നില്ല. ഉണ്ടായ തെറ്റിദ്ധാരണകൾ തുറന്ന് പറയുക. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നു, അതെങ്ങനെയായിരുന്നു എന്തായിരുന്നു ഉള്ളത് ഓപ്പൺ ചെയ്ത് പറയുന്നത് വഴി തീരാവുന്ന പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ളൂ. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ഓപ്പൺ ആവുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഭയങ്കര അധികം സന്തോഷവും ഹാപ്പിനെസ്സും അതുപോലെ തന്നെ ഭയങ്കര ഒരു ഹോപ്പൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷനിലൂടെ നല്ലൊരു ലൈഫ് സ്റ്റൈലും നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലുള്ളവരായിക്കോട്ടെ, അതൊക്കെ ഒരു ലക്കി ആയിട്ടുള്ള ഒരു വേയിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ തുറന്ന് സംസാരിക്കുക, നല്ല രീതിയിലുള്ള തീരുമാനങ്ങൾ എടുക്കുക, എടുത്ത് ചാടരുത്, ഒരുപാട് നിരാശയും കാര്യങ്ങളൊന്നും മൈൻഡിലേക്ക് കൊണ്ടുവരരുത്. അപ്പോൾ ഈ ഒരു കാർഡ് നിങ്ങൾക്ക് കണക്റ്റ് ആവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.